ശ്രീ എം ജയചന്ദ്രൻ, ഇവിടെ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ സാധാരണഗതിയിലുള്ള കുറ്റകൃത്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട നടപടികൾ എന്നതിനപ്പുറത്തേക്ക് ചില രാഷ്ട്രീയ ഉദ്ദേശങ്ങൾ ഇഡിക്കുണ്ട് എന്ന് പൊതുവിൽ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ ഹൈക്കോടതി കൂടി ഇത്തരത്തിൽ കാണുകയാണ്. കുറ്റം ചെയ്തിട്ടില്ല എന്ന്, അതായത് പി ആർ അരവിന്ദാക്ഷനും ജിൽസൻ്റെയും കാര്യത്തിൽ കുറ്റം ചെയ്തിട്ടില്ല എന്ന് ബോധ്യമാകുന്ന ഘടകങ്ങളുണ്ട് എന്ന്. അതായത് ജാമ്യാപേക്ഷയിൽ സാലി റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ അടിവരയിടേണ്ടതാണ്. കാരണം ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ കോടതി അതിൻ്റെ മെറിറ്റിലേക്ക് കടന്നാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അത്ര സുവ്യക്തമാണ്, കോടതിക്ക് പോലും ബോധ്യമാകുന്ന ഘടകങ്ങൾ. എങ്ങനെയാണിത് ഈ ഘട്ടത്തിൽ കാണേണ്ടത്? ഇത് അജിംഷാദ്, വളരെ വലിയ ഒരു നുണക്കഥ, ഇഡി കെട്ടിപ്പൊക്കിയ വലിയൊരു നുണക്കഥ. അതിന് മാധ്യമങ്ങൾ വൻതോതിൽ എരിവും പുളിയും ചേർത്ത് മസാല വിഭവമാക്കി എത്രയോ മാസങ്ങളാണ് നിരന്തരം അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം ഇപ്പോ ഒറ്റയടിക്ക് ഹൈക്കോടതി ചവിട്ടി മെതിച്ച് തൊഴിച്ച് എറിഞ്ഞു കളഞ്ഞിരിക്കുകയാണല്ലോ സംഭവിക്കുന്നത്. ഇത് മാത്രമല്ല, വളരെ ഈ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയോട് ഇതിനോട് ചേർത്ത് പറയേണ്ടത്, ഈ അരവിന്ദാക്ഷന്റെ അമ്മയുടെ പേരിൽ 60 ലക്ഷം രൂപയുടെ അക്കൗണ്ട് ഉണ്ട് എന്നവരെ പ്രചരിപ്പിച്ചില്ലേ ഈ ഇഡിക്കാര്? അത് നേരത്തെ തന്നെ പൊളിഞ്ഞു, ആദ്യം തന്നെ പൊളിഞ്ഞു. അത് പിന്നീട് എം കെ കണ്ണന്റെയും ഒക്കെ പേര് പറയണമെന്ന് പറഞ്ഞു മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതെ, അത് അവരുടെയൊക്കെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് മാപ്പസാക്ഷിയാക്കാം എന്ന് വരെ പറയുന്ന സ്ഥിതി ഇഡി എന്ന് പറഞ്ഞ ദേശീയ അന്വേഷണ ഏജൻസിയുടെ രാഷ്ട്രീയ ഈ ദുഷ്ടലാക്ക് പ്രകടിപ്പിക്കപ്പെട്ട കേസാണ് ഇതുവരെയുള്ളത് എന്ന് മാത്രമാണോ? ഇത് മാത്രം പറഞ്ഞാൽ പോരാ. മാധ്യമങ്ങൾ ആകെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ CPM-ഉം BJP തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമായിട്ടാണത്രേ ഈ കരുവന്നൂർ കേസിൽ തീവ്രമായ അന്വേഷണം നടക്കാത്തത് എന്നാണ് നിരന്തരം വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നത്. ഈ ഹൈക്കോടതി വിധിയോടുകൂടി ഇനി പറയുമോ മാധ്യമങ്ങൾ? തന്റെ ഇടമായിട്ട് പറയണം. എത്ര വർഗങ്ങൾ തന്റെ ഇടമുള്ളവർ ഇനി കാണാനിരിക്കുന്നതല്ലേ ഉള്ളൂ. ഹൈക്കോടതി വിധിയും CPM-ഉം ഹൈക്കോടതി തമ്മിലുള്ള അന്തർധാരയാണെന്ന് പറയാൻ എത്ര മാധ്യമങ്ങൾക്ക് തന്റെ ഇടം കാണും? ഇവിടെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് അറിയുകയും ചെയ്യണമല്ലോ. അപ്പോ ഒരു നുണക്കഥ കെട്ടിപ്പൊക്കി എക്കാലവും അതും വെച്ചുകൊണ്ട് ആഘോഷിക്കാം എന്ന് കരുതിയ മാധ്യമങ്ങളുടെയും ഈ രാഷ്ട്രീയ വൈതാളികന്മാരുടെയും മുഖത്തടിയേറ്റ വിധിയാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. അത് അത്യുജ്വലമായ ഒരു പ്രധാനപ്പെട്ട വിധി തന്നെയാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ടുള്ളത്. സഹകരണ മേഖലയിൽ CPM-ന് നിക്ഷിപ്ത താല്പര്യങ്ങളോ അല്ലെങ്കിൽ കരുവന്നൂർ പോലുള്ള ബാങ്കുകളിൽ CPM എന്തെങ്കിലും അട്ടിമറികളോ നടത്താൻ കൂട്ടുനിന്നിട്ടില്ല എന്ന് അസന്നിഗ്ധമായി തെളിയിക്കുന്നത് ഹൈക്കോടതി വിധിയിലൂടെയാണ്. അവിടെയാണ് അഗ്നിശുദ്ധി തെളിയിക്കാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായ കാര്യം തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും. കാരണം ഈ AC മൊയ്തീൻ്റെയും കണ്ണൻ്റെയും ഒക്കെ പേര് പറയണമെന്ന് നിർബന്ധിക്കുകയും മർദ്ദിക്കുകയും ചെയ്തത് അരവിന്ദാക്ഷൻ്റെ കേവലമായ ചില അടവുകളായിരുന്നു എന്നൊക്കെയായിരുന്നു വാദങ്ങൾ. പക്ഷേ അതൊക്കെ ഈ കോടതി വിധിയിൽ പൊളിഞ്ഞു വീഴുകയാണ്, ഡയറക്റ്റ് അല്ലെങ്കിൽ പോലും. നോക്കൂ, കാരണം ഇവിടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ ഈ ഇത്തരം സംഭവങ്ങളുടെ മെറിറ്റിലേക്ക് കടക്കുകയും കുറ്റം ചെയ്തിട്ടില്ല എന്ന് ഈ ഘട്ടത്തിൽ ബോധ്യമാകുന്ന നടപടികളുണ്ട്. അതുകൊണ്ട് ഇനി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് കോടതി കാണുകയാണ്. ജാമ്യം നൽകുന്ന വേളയിൽ കോടതി ഇതൊക്കെ പരാമർശിക്കുന്നത് കോടതിയുടെ അത്രത്തോളമുള്ള ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. അതുകൊണ്ട് അതിനോട് ചേർത്ത് തന്നെ പറയണം. കോടതി പറയുകയാണ് ഇഡി ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനവും നിലനിൽപ്പും ഇല്ലാത്തതാണ് എന്ന് പറയില്ല ഹൈക്കോടതി. അപ്പൊ എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെയുള്ള ഈ നാളെ അച്ചടി മാധ്യമങ്ങളും ഇന്ന് തന്നെ ഇലക്ട്രോണിക് മാധ്യമങ്ങളും ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഇതൊക്കെ ഇഡി പറയുന്നത് ഈയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞങ്ങളുടെ മാധ്യമപ്രവർത്തകരെ ഉൾക്കൊള്ളിച്ച് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അവർ ഓരോ ദിവസവും ഫീഡ് ചെയ്തുകൊണ്ടിരുന്ന വാർത്തകൾ യഥാർത്ഥ വാർത്തകളാണ് തെറ്റിദ്ധരിച്ച് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെയല്ലാന്ന് ഹൈക്കോടതിയുടെ വിധിയിലൂടെ ഇപ്പൊ മനസ്സിലാക്കുന്നു എന്ന് കേരളീയ പൊതുസമൂഹത്തിനോട് ഇവര് തുറന്നു പറയുമോ? കിഫ്ബിയുടെ കാലത്തെ തുടങ്ങിയതാണ്. കിഫ്ബിയുടെ തുടക്കം മുതലേ ഈ ഇത്തരത്തിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയത് തോമസ് ഐസക്കൊക്കെ അത് പരസ്യമായി പറഞ്ഞ കാര്യങ്ങളാണ്. ശ്രീ ജയചന്ദ്രൻ, അതെ, അത് തന്നെ കാണുകയല്ലേ. അപ്പൊ ഒരു പാർട്ടിയെ, ഒരു മുന്നണിയെ, ഒരു ഗവൺമെന്റിനെ എന്തിനാ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ തൃശ്ശൂർ ചെന്നപ്പോ ഇതുമായി ബന്ധപ്പെട്ട AC മൊയ്തീൻ, അരവിന്ദാക്ഷ അടക്കമുള്ള ആൾക്കാരെ കണ്ടതിന് എന്തൊക്കെയായിരുന്നു വ്യാഖ്യാനം, എങ്ങനെയാണ് ഇഡി എടുത്ത് പെരുമാറേണ്ടതെന്ന് ക്ലാസ് എടുക്കുകയായിരുന്നു അത്രേ മുഖ്യമന്ത്രി. അങ്ങനെ പറയാൻ മടിക്കാത്ത മാധ്യമങ്ങളാണ് ഇന്ന് ഈ വിധിയിലൂടെ യഥാർത്ഥത്തിൽ തലകുനിക്കേണ്ടത്.
അവർക്ക് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ റെസ്പോൺസിബിൾ ജേർണലിസ്റ്റിനോട് എന്തെങ്കിലും ഒരു താല്പര്യമുള്ളവരാണെങ്കിൽ തങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഹൈക്കോടതി വിധി തങ്ങളുടെ കണ്ണ് തുറപ്പിച്ചു എന്ന് പറയാൻ രാത്രികാല ചർച്ചയിലെങ്കിലും തയ്യാറാവണം. അല്ല, പക്ഷേ വേറൊരു കാര്യമുണ്ട്. അങ്ങനെ അത്തരം ഈ വാർത്തകൾ നൽകുകയും അതിലെ തെറ്റുകൾ ബോധ്യമാകുകയും ചെയ്യുമ്പോൾ തിരുത്തി കൊടുക്കണമെങ്കിൽ ഒരു ദിവസത്തെ മുഴുവൻ താളുകളും വേണ്ടി വരും. കാരണം അത്രയേറെ കാര്യങ്ങളുണ്ട്. മനസ്സിലാകും. പക്ഷെ ഞാൻ എവിടെയും പറയും അത്തരത്തിലുള്ള ഈ അധാർമികമായ മാധ്യമ പ്രവർത്തനം ആണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നുള്ള ഏതവസരത്തിൽ ഞാൻ പറയും. അക്കാര്യത്തിൽ യാതൊരു മടിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോഴും അടിവരയിട്ട് വീണ്ടും പറയാൻ നജീം സാറേ. തീർച്ചയായും. കാരണം ഈ വിഷയത്തിൽ പ്രത്യേകമായ ഒരു വൈകാരികത്തിൻ്റെ ഇടം കൂടിയുണ്ട്. കാരണം വസ്തുതയ്ക്കൊപ്പം, കാരണം ഈ സഹകരണ മേഖലകളെന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ചും നവോത്ഥാനത്തിന് ശേഷം ഏറ്റവും വലിയ സാമൂഹിക മുന്നേറ്റത്തിന് കാരണമായ ഒന്നാണ്. നോട്ട് നിരോധനത്തിൻ്റെ കാലത്തിൽ പോലും സഹകരണ സംഘങ്ങളെ, സഹകരണ ബാങ്കുകളെ, സഹകരണ പ്രസ്ഥാനങ്ങളെ ആക്രമിക്കാനുള്ള അമിത്ഷായുടെ നേരിട്ടുള്ള ആഹ്വാനം നമ്മൾ കണ്ടതാണ്. ആ രാഷ്ട്രീയത്തിൻ്റെ തുടർചലനങ്ങൾ ഇതിലൊക്കെ കാണേണ്ടതുണ്ട്, അല്ലേ ശ്രീ ജയചന്ദ്രൻ? തീർച്ചയായിട്ടും. ഈ കേസിൽ നോക്കൂ, ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ കരുവന്നൂർ ബാങ്കിന്റെ സെക്രട്ടറി പരാതി കൊടുക്കുകയാണ്, ഇവിടെ ഇങ്ങനെ ക്രമക്കേടിന്റെ സംശയം ഉണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെയാണല്ലോ കേസ് ഉത്ഭവം. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കേസ് കൂടുതൽ വിശാലമായി അന്വേഷിക്കപ്പെടേണ്ടതാണെന്ന് കണ്ട് പോലീസ് അത് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നു. ക്രൈംബ്രാഞ്ച് ആ കേസ് അന്വേഷിക്കുന്നു. ആ കേസാണ് വന്ന് ED ഏറ്റെടുക്കുന്നത്. അപ്പൊ ക്രൈംബ്രാഞ്ച്, സ്റ്റേറ്റ് പോലീസ്, സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചും ഭംഗിയായിട്ട് അന്വേഷിച്ചു വന്നൊരു കേസാണ്. ഇവിടെ മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ട്, കള്ളപ്പണത്തിന് ഇടപാടുണ്ടെന്ന് പറഞ്ഞ് നേരെ ED കയറി ചാടി വീണ് കേസ് ഏറ്റെടുക്കുന്നത്. പിന്നീട് കഥകളുടെ കുത്തൊഴുക്കാണല്ലോ CPIഎമ്മിനെതിരെ, ആ ബാങ്കിനെതിരെ, ഭരണസമിതിക്കെതിരെ, LDFനെതിരെ. ഇതാണല്ലോ ഇത്. ചില ഘട്ടങ്ങളിലെങ്കിലും LDFിലെ ചില ഘടകകക്ഷികളും, അതും മാറ്റി നിർത്താൻ കഴിയില്ല, സ്പെയർ ചെയ്യാൻ കഴിയില്ല കേട്ടോ. LDFിലെ ചില ഘടകകക്ഷികൾ, അവരുടെ നേതാക്കളും പോലും CPM ഇക്കാര്യത്തിൽ കൂടുതൽ സംശുദ്ധത കാണിക്കണം എന്ന് പറയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ അതിനടക്കമുള്ള തിരിച്ചടിയാണ് ഹൈക്കോടതി ഇന്ന് നൽകിയിരിക്കുന്നത്. അത്യുജ്വലമായ ഒരു നിയമവിധിയാണിത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും.